ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. നമ്മൾ കുറച്ച് തന്നെ മലയാളത്തിന്റെ അപ്ഡേറ്റും പറയാൻ വേണ്ടി പോകുന്നത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ആസിഫ് അലി ചിത്രത്തിന്റെ ഒരു ട്രെയിസർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുന്നു എന്നാണ് റിലീസ് ഡേറ്റും. അതുപോലെ തന്നെ ടോവിനോ തോമസ് ജൂനിയർ NTR കൂടുതൽ വരുന്ന ചിത്രമാണ് പ്രശാന്ത് നീലിന്റെ കൂടെ. അതിന്റെ ഷൂട്ടിംഗ് എന്ന് മുതലാണ് ആരംഭിക്കുക. എന്തായിരിക്കും ടോവിനോ റോൾ, അതുപോലെ തന്നെ ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റും പേരും എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബസൂക്ക റിലീസ് ഡേറ്റ് എന്നായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റ് സാധനം. നമുക്ക് ഫസ്റ്റ് തന്നെ ബസൂക്ക എന്ന് പറയുന്നതിൻ്റെ അപ്ഡേറ്റ് നോക്കാം. നമുക്കറിയാം ഡെന്നിസ് ജോസഫിന്റെ മകനായിട്ടുള്ള ഡിനോ ഡെന്നീസ് ആണ് ഇതിനെ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മലയാള സിനിമയിലും ഇന്നുവരെയും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പരീക്ഷിക്കാത്ത ഒരു ഗെയിം ത്രില്ലർ ശ്രേണിയിലാണ് ഇതിൻ്റെ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഓരോ ഡേയ്സുള്ള പോസ്റ്റേഴ്സ് നോക്കിയാലും ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചെരിഞ്ഞും നിന്നിട്ടുള്ള പല പല സ്റ്റിൽസാണ് പുറത്തു വിടുന്നത്. ഇത്തരം ഡേയ്സായി കാണിക്കുന്നുണ്ട്. അത് തന്നെ പൂർണ്ണമായിട്ട് മലയാളത്തിൽ ഇന്ന് വരെ പരീക്ഷിക്കാത്ത ഒരു ഗെയിം ത്രില്ലർ ശ്രേണിയിൽ പെടുന്ന ചിത്രമാണെന്ന് ഒരു 101% ഉറപ്പിക്കാൻ സാധിക്കും. ഇതിന് അണിയറ പ്രവർത്തനത്തിൽ നിന്നും അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരു പ്രത്യേകമായിട്ടുള്ള സ്റ്റൈലിഷ് ലുക്കിൽ വരാൻ വേണ്ടി പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മമ്മൂട്ടിയെ കൂടാതെ ഗൗതം വാസ് മേനോനും ചിത്രത്തിലുണ്ട്. ബാക്കി ബൗഗ്ദ്, അതുപോലെ തന്നെ ദിവ്യ പിള്ളൈ, തമിഴ്നാടിയായിട്ടുള്ള ഒരുപാട് വ്യക്തികളൊക്കെ ചിത്രത്തിൽ വരാൻ വേണ്ടി പോകുന്നത് കേൾക്കപ്പെടുന്നു. കാസ്റ്റിംഗ് ഇപ്പോഴും എന്താ പറയുക, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ട് ടീസർ മാത്രമാണ് മുന്നേ പുറത്തുവിട്ടുള്ളൂ. ബസൂക്ക എന്തായാലും റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിഷു റിലീസായിട്ടാണ്. ഏപ്രിൽ 10 ബസൂക്ക റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ലാലേട്ടന് എമ്പുരാൻ എന്ന് പറയുന്ന പോലെ മമ്മൂക്കിക്ക് ഒരു പക്ഷേ റെക്കോർഡ് സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ബസൂക്ക. വലിയ ബഡ്ജറ്റിൽ വരുന്ന ചിത്രമാണ്. ഏകദേശം 65 കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടെന്ന് കേൾക്കപ്പെടുന്നത്. നമുക്കെന്തായാലും കാത്തിരിക്കാം. ബസൂക്ക ഏപ്രിൽ 10 വേൾഡ് വൈഡായി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് നോക്കാം. അതായത് പ്രശാന്ത് ജൂനിയർ NTR കൂട്ടുകെട്ടിലെ ചിത്രമാണ് ഡ്രാഗൻ എന്ന് പറയുന്ന ചിത്രം. ഇതിൽ നമ്മുടെ ടോവിനോ തോമസും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ വില്ലനായിരിക്കാം, എന്താണെന്ന് പുറത്തു വിട്ടിട്ടില്ല. അദ്ദേഹം എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ടോവിനോയുടെ പള്ളി ചട്ടമ്പി എന്ന് പറയുന്ന ചിത്രം ബാക്കിയുള്ള ചിത്രത്തിലേക്ക് കടക്കുക എന്നാണ് കേൾക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും എന്താ പറയുക, ഡ്രാഗൻ എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് കടക്കുന്നു. ഒരു ഗംഭീരമായിട്ടുള്ള പക്ക ഒരു ആക്ഷൻ പടം തന്നെയായിരിക്കുമെന്ന് കേൾക്കപ്പെടുന്നുണ്ട്. ഇതിനുശേഷം മാത്രമായിരിക്കും സലാർ 2ലേക്ക് കടക്കുക എന്നൊക്കെയാണ് അപ്ഡേറ്റ് വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ഡ്രാഗൻ എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ട്. ഡ്രാഗൻ എന്നാണ് അവർ ഏറ്റവും പേരിട്ട്, ഇനി മാറ്റുമ്പോൾ എന്നറിയില്ല. എന്തായാലും 2026 റിലീസിന് പ്ലാൻ ചെയ്യുന്നത്. ആരൊക്കെയാണ് ചിത്രത്തിന് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റ്, ആസിഫ് അലിയുടെ ഇനി റിലീസ് ചെയ്യാൻ വേണ്ടി ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രം. തീർച്ചയായിട്ടും അതായത് മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പുരുഷന് വേണ്ടി സംസാരിക്കുന്ന ചിത്രം വരാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ടീസർ ഇറങ്ങിയപ്പോഴും അതിൽ ഏതൊരു കോടതിയിലും ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ പെരുമാറിക്കഴിഞ്ഞാൽ കോടതി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ പ്രശ്നമായിരിക്കും. തീർച്ചയായിട്ടും എന്നാൽ ഇതിലൂടെ തന്നെ ആ വിഷയമെല്ലാം മാറി വരുന്നു. പുരുഷൻ്റെ ഒപ്പം കോടതി നിൽക്കുന്നു. അതാണ് സബ്ജക്റ്റ്. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഇന്ന് വരെയും അല്ലെങ്കിൽ ഒരു ഇന്ത്യയിൽ തന്നെ ഒരു പുരുഷന് വേണ്ടി സംസാരിക്കാൻ ഒരു വ്യക്തിയും തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും ഒരു നിയമവ്യവസ്ഥ ഇല്ല. തീർച്ചയായിട്ടും അതെല്ലാം മാറിയുമെന്നാണ് ഇതിൻ്റെ അണിയപ്രവർത്തകർ പറയുന്നത്. സേതു പത്മകുമാറാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. ആസിഫ് അലിയാണ് പ്രധാനമായിട്ട് ലീഡ് റോളിൽ വരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമ്മുടെ ആഭ്യന്തര കുറ്റവാളി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏപ്രിൽ 3 എന്നാണ് കൺഫേം ആയിട്ട് ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏപ്രിൽ മാസത്തിലെ ഏറ്റവും ആദ്യത്തെ റിലീസ് തന്നെയായിരിക്കും ആഭ്യന്തര കുറ്റവാളി. അപ്പോൾ ആരൊക്കെയാണ് ആഭ്യന്തര കുറ്റവാളിക്ക് വേണ്ടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായിരിക്കും അങ്ങനെ ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലുള്ള അവസ്ഥ, അല്ല നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുമോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് നല്ല കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പടങ്ങളും വരണം. പുരുഷന്മാർക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കേണ്ട ചിത്രം വേണ്ടി വരുന്നതെന്നും എവിടെയും നോക്കിയാലും സ്ത്രീകൾ എന്ന് പറയുന്ന അവർക്ക് വേണ്ടിയാണ് പല പല നിയമവ്യവസ്ഥകളും. സ്ത്രീകൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അന്വേഷിക്കാതെ പോലും കേസെടുക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചത് ഫിലിമിലെങ്കിലും ഇങ്ങനൊരു അവസ്ഥ അല്ലെങ്കിൽ ആരെയൊക്കെ സംസാരിക്കേണ്ടേ എന്ന് പറയുന്ന അത് തന്നെയാണ് നല്ലൊരു പോസിറ്റീവ് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ലൊരു സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മുടെ മലയാളി പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു 100% ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ചിത്രം വരട്ടെ, നല്ല വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ് നോക്കാം. ദുൽഖർ സൽമാന്റെ 40ാമത്തെ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിരിക്കുകയാണ്. നിഹാസ് ഹയാത്താണ് ചിത്രത്തിന്റെ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം RDX എന്ന് പറയുന്നതിന് ശേഷം രണ്ടാമതായി ഡയറക്ഷൻ ചെയ്യുന്ന ചിത്രമാണ്. ദുൽഖർ നമ്മുടെ സ്വന്തം കുഞ്ഞിക്ക മലയാളത്തിലേക്ക് സജീവമാകാൻ വേണ്ടി പോകുന്നതിൻ്റെ തൻ്റെ ഹോമിലേക്ക് വരാനും വേണ്ടി പോകുന്ന ആ ചിത്രം തന്നെയാണ് ഈ ചിത്രം. ആ തീർച്ചയായിട്ടും ഐ ആം ഗെയിം എന്നാണ് ഇതിൻ്റെ പോസ്റ്ററായി പുറത്തുവിട്ടുള്ളത്. ടൈറ്റിൽ പോസ്റ്റർ നോക്കിയാലും ഒരു കയ്യിൽ വാച്ചുണ്ട്, മറ്റൊരു കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ മുറിപ്പാടുകൾ കെട്ടിയിട്ടുള്ള ഒരു തുണി കൊണ്ട് കെട്ടിയിട്ട് ചോര ഒലിക്കുന്ന ഭാഗമായി കാണിച്ചിട്ടുള്ളത്. അപ്രധാനമായിട്ടും നല്ലൊരു സബ്ജക്റ്റ് തന്നെയായിരിക്കും തോന്നുന്നു. ഒരു ആക്ഷൻ പടമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. ദുൽഖറിനെ കൂടാതെ SJ സൂര്യ,
ആദ്യ വർഗീസ് പെപ്പെ തുടങ്ങിയവർക്ക് പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ അൻബറീവാണ് ആക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് ഒരു ഇടിവെട്ട് ആക്ഷൻ പടം തന്നെ ആവുന്നത് യാതൊരു സംശയമില്ല. എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന, കിങ് ഓഫ് കൊത്ത പോലത്തെ ഒരു പടം ആവാൻ ചാൻസ് ആവരുതെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ആയിക്കഴിഞ്ഞാൽ ഇതും ഒരു ദുരന്തമായി മാറും. പക്ഷേ അവിടെയും ഡയറക്ടർക്ക് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ടീം വർക്കും ഗംഭീരമായി തന്നെയാണ് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ മാർച്ചിലൊക്കെ ആയിട്ട് ആരംഭിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും 2026 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചിത്രത്തിന് വേണ്ടിയാണ് വെയിറ്റിംഗ് എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. അതായിരിക്കും ബൈ ബൈ.